നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ. 2023 ജൂലൈ മുതൽ അന്നത്തെ അക്കൗണ്ടന്റ് നടത്തിയ തട്ടിപ്പാണ് പുറത്തുവന്നത്. 146 രൂപയുടെ കറണ്ട് ബില്ലിന് 10,146 രൂപയുടെ ചെക്ക് എഴുതിയത് ഉൾപ്പെടെ പഞ്ചായത്തിന്റെ ചെലവുകളിൽ കൃത്രിമം കാട്ടിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിനുള്ള ഉപകരണം ഉണ്ടാക്കിയതിലും ആയിരക്കണക്കിന് രൂപയുടെ കൃത്രിമം നടന്നതായി കണ്ടെത്തി. അക്കൗണ്ടന്റിന് പുറമെ കൂടുതൽ പേർ തട്ടിപ്പിൽ പങ്കാളികളായതായും സംശയമുണ്ട്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 2023 ജൂലൈ മുതൽ 2024 ഒക്ടോബർ വരെ അന്നത്തെ അക്കൗണ്ടന്റ് നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ടെത്തിയത്. പഞ്ചായത്തിന്റെ ദൈനംദിന ചെലവുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് നൽകുന്ന ചെക്കുകളിൽ കൃത്രിമം കാട്ടിയാണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. 146 രൂപയുടെ വൈദ്യുതി ബില്ലിന് 10,146 രൂപയുടെ ചെക്ക് പാസാക്കിയതുൾപ്പെടെ 7 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിനുള്ള ഉപകരണം ഉണ്ടാക്കിയതിനു വരെ വൻ തുക തട്ടിച്ചെടുത്തതായാണ് കണ്ടെത്തൽ. പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ചെലവുകൾ അംഗീകരിക്കേണ്ടത് വൈസ് പ്രസിഡന്റ് ചെയർമാനായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. എന്നാൽ 2023 ജൂലൈ മാസം മുതൽ വരവ് ചെലവ് കണക്കുകൾ അക്കൗണ്ടന്റ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വച്ചിരുന്നില്ല. ഇതോടെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ 3 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പുതല അന്വേഷണം നടന്നു വരികയാണ്. ഇതുവരെ 7 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയതായാണ് ലഭിക്കുന്ന വിവരം. 2024 ഒക്ടോബറിൽ തട്ടിപ്പ് കണ്ടെത്തിയതോടെ അക്കൗണ്ടന്റിനെ മാറ്റാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനിടെ ഇയാൾ സ്ഥലം മാറിപ്പോവുകയായിരുന്നു. തുറന്നു വന്ന അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിലാണ് വിശദമായ പരിശോധന നടത്തിയത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ച ശേഷം സമഗ്രമായ അന്വേഷണം നടത്താനാണ് ഭരണസമിതിയുടെ തീരുമാനം. പഞ്ചായത്തിൽ നടന്ന ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ കൂടുതൽ പേരുടെ പങ്കും സംശയിക്കുന്നുണ്ട്. ഇവരെ എല്ലാവരെയും കണ്ടെത്തി ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.